അമ്മ ആ പോത്തിന്റെ ഉടമസ്ഥൻ വല്ല കേസിനും പോയ പുലിവാലാവൂട്ട. നീ എന്റെ മോള് തന്നെ അന്നോടി. ആ പുഷ്പയ്ക്ക് ഇതിലേക്കാളും ധൈര്യമുണ്ട്. പോത്തിന് നല്ല കാശ് കൊടുക്കണം. അമ്മ പെട്ടെന്ന് തന്നെ കുറച്ച് പൈസ റെഡിയാക്കി വെച്ചോ. അതിന് നിനക്ക് ഞാൻ പൈസ തരില്ലടി. എനിക്കല്ല, നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി. നീ വല്ല നശിപ്പിച്ചിട്ടുണ്ടോ നീ കൊണ്ട് കൊടുക്കുന്ന നഷ്ടപരിഹാരം? ഞാനല്ല, കെട്ടയച്ചു വിട്ട പോത്തില്ലേ, ആ പോത്ത് നശിപ്പിച്ച സാധനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി. അതെങ്ങനെ? അമ്മയുടെ പേരിലുള്ള പറമ്പിൽ പോത്തിനെ കെട്ടാൻ അനുവാദം കൊടുത്ത് നിങ്ങളുടെ കെട്ടിയോനാ. അപ്പൊ നിങ്ങളുടെ കെട്ടിയോൻ തന്നെ കൊടുക്കണം നഷ്ടപരിഹാരം. അതിന് എന്റെ കെട്ടിയോനല്ലല്ലോ അയച്ചു വിട്ടെ, അമ്മയല്ലേ അയച്ചു വിട്ടത്. അപ്പൊ അമ്മ തന്നെയാ കൊടുക്കേണ്ടത്. എനിക്ക് സൗകര്യമില്ല കൊടുക്കാൻ. സൗകര്യം കൊടുക്കണ്ട. നാട്ടുകാർ ഇവിടെ മുറ്റത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കുമ്പോ ഇത് തന്നെ പറയണം രണ്ടുപേരും. ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണില്ല. നിനക്ക് അങ്ങനെയൊക്കെ പറയാ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നീ അങ്ങ് മുങ്ങും. അമ്മേ ഇപ്രാവശ്യം ഞാൻ മുങ്ങൂല. ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും. കണ്ടോ നീയാടി എന്റെ മകള്. ഒറ്റക്കെട്ടായി നിൽക്കാമേ. നിക്കണോടി. അങ്ങനെ ഹോസ്റ്റലൊന്നും കൊടുക്കാൻ പറ്റില്ല ആൾക്കാർക്ക് കാശ്. ഇവള് കാര്യങ്ങൾ അറിയാണ്ട സംസാരിക്കുന്നത് അമ്മ. എന്തോ പണിയാ കാണിച്ചേ? എന്ത് പണിയാ? ആ പോതല്ലേ കട്ടടിച്ചു വിടാൻ പോയെ? ആഹാ, എന്റെ അമ്മ ഞാൻ ആരോടൊക്കെ ഉത്തരം പറയണം? നാട്ടുകാരോട് മൊത്തം ഉത്തരം പറയേണ്ടി വരും ഇങ്ങനെ പോയി കഴിഞ്ഞാ. ഞാൻ പറഞ്ഞോളാം. ആ പോത്ത് കുറച്ച് പുല്ല് തന്നു, അതിനിപ്പോ എന്തോ പറ്റി അച്ഛമ്മേ? ഇവിടെ പോത്ത് പുല്ല് തിന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ പറമ്പിൽ കയറി പുല്ല് തിന്നതാണ് എനിക്ക് പ്രശ്നം. അച്ഛമ്മയുടെ പറമ്പാ? എന്റെ പറമ്പിൽ. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും നമ്മുടെ ഭൂമിയിലെ സ്ഥലത്ത് ഒക്കെ അവകാശമുണ്ട്. കേട്ടില്ല ബഷീർ പറഞ്ഞത്? ഒരു പക്ഷമൃഗാദികളും എന്റെ പറമ്പിൽ കയറാൻ ഞാൻ സൗകര്യപ്പെടുത്തുള്ളൂ, സമ്മതിക്കില്ല. എന്നാ പിന്നെ എഴുതി വെക്കണം. അമ്മേ, ഞാൻ പോയ പോത്തിന്റെ പുറകെ ഓടാൻ വേണ്ടി അതിന് ഇതുവരെ കിട്ടിയിട്ടില്ല. എടാ നീ ഇനി ഓടറാ? ഓടുന്നതല്ല, അത് പോകുന്ന കുത്തുവോ ചവിട്ടോ ഒക്കെ ചെയ്താൽ പോയി ജയിലിൽ കിടക്കുന്നുണ്ടോ തന്നെ. അമ്മ എനിക്കതൊന്നും അല്ല കേട്ടോ. ഈ പാവപ്പെട്ട കൃഷിക്കാരുടെ മൊത്തം കണ്ണീര് ഈ വീടിന്റെ മാടി വീട്. അപ്പൊ അനുഭവിച്ചോ എല്ലാരും കൂടെ. പ്രാക്കല്ല, ഞാൻ പോണം. സഞ്ജു പറഞ്ഞത് കേട്ടല്ലോ, പൈസ കൊടുത്ത് ഒതുക്കുന്നതാ നല്ലത്. പൈസ ഒന്നും കൊടുക്കൂല. അല്ലില്ല, കൊടുക്കത്തില്ല. എന്നാ പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാർ ബഹളം ഉണ്ടാക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ഡീൽ ചെയ്തോണം. എന്നെ എന്റെ മക്കളി റീൽസും വീഡിയോ ഉൾപ്പെടെ എല്ലാം പോകുന്നുണ്ട് ആ പോത്തിന്റെ പുറകെ. ഈ പാപ്പാടി വീടിന്റെ പേര് കൂടി ഞാൻ നടക്കാടോ. പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? വല്ലോരെ കുത്തട്ട് അന്നേരം കാണാം അച്ഛമ്മ ജയിലിൽ കിടക്കും. അല്ലടാ, അത് ഓടി ഓടി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് എന്തോ ചെയ്യും? ഇവിടുന്ന് ഞാൻ ഓടിക്കും അതിനെ. ഇവിടുന്ന് ഇങ്ങോട്ട് വേണം. അമ്മയും മോളും എന്തെങ്കിലും ആക്കട്ടെ. ഒപ്പച്ച ഇവിടെ ഇരുന്നോ കേട്ടോ. ഒപ്പച്ച അങ്ങ് മൂങ്ങും. അപ്പൊ അച്ഛമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഒന്ന് കരയേണ്ടി വരും. അപ്പച്ച മുങ്ങൂല. ഇപ്രാവശ്യം അമ്മയുടെ കൂടെ നിൽക്കും ഞാൻ. ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്താ തേങ്ങ എടി നീ എന്റെ കൂടെ നിൽക്കുമല്ലോ. അല്ലമ്മേ, ശരിക്കും വലിയ പ്രശ്നമാവൂ. എടി ആ പോത്തോടി ഇനി ഇങ്ങോട്ട് വരുവോടി? പോത്ത് വരില്ലമ്മേ, പക്ഷെ പ്രശ്നം വന്ന് നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്യും. നീ എന്റെ കൂടെ നിന്നാ മതി. ഇതൊക്കെ എത്ര കണ്ടിട്ടുള്ള ഈ സരസ്വതി അമ്മ. അമ്മ എന്റെ കൂടെ നിൽക്കൂ. പിന്നെ നിന്റെ കൂടെ അല്ലാതെ ഞാൻ അവളുടെ കൂടെ നിൽക്കുമ്പോ അന്ന് എനിക്ക് ധൈര്യമുണ്ട്. അത് മതി. അമ്മയ്ക്ക് അത് മാത്രം അറിഞ്ഞു കൊടുകയും. ഓക്കെ ശരി. എടി കൃഷ്ണ, എനിക്കൊരു ചില്ല് ജ്യൂസ് ഇട്ടതാ. ഒളിറക്കം അവിടുന്ന് വേണമെങ്കിൽ നീ പോയി കുടിക്ക്. ഒന്ന് ഇട്ട് താടി. ഞാൻ ആ പോത്തിന്റെ പുറകെ ഓടി എനിക്ക് ക്ഷീണമാ. എടാ ആ പോത്തിന്റെ കാര്യം എന്താ? എടാ പോത്തിന്റെ കാര്യം എന്താ? അതിങ്ങനെ നടക്കുമല്ലേ, നിന്നെ പോലെ പ്രാന്തളകി നടക്കുമല്ലേ. എന്നെ പോലെ പ്രാന്ത? നിനക്കല്ലേ പ്രാന്ത അതിന്റെ പുറകെ ഓടാൻ? എനിക്കൊരതൊന്നുമില്ല. ഞാൻ അതിന്റെ പുറകെ ഓടിയത് കുറച്ച് മനുഷ്യപ്പറ്റുള്ളതുകൊണ്ടാ. പാവം കർഷകർ, അവരുടെ കണ്ണീരൊക്കെ നമ്മൾ കാണേണ്ടി വരുമല്ലോ. എന്നിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ പോത്തിന്. എന്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ് ആയിരുന്നു. കയറിങ്ങനെ വഴുതിയാവുക, അല്ലെ അതിനെ പിടിച്ചു ശരിയാക്കിയ. ആണോ? എടാ എനിക്കൊരു ഡൗട്ട്. പോത്തിനെ പറ്റിയുള്ള ഡൗട്ടാ? അല്ല, അച്ഛമ്മേനെ പറ്റിയിട്ടുള്ള ഡൗട്ടാ. അച്ഛമ്മേനെ പറ്റിയാണ് അച്ഛമ്മയോട് ചോദിക്കൂടി, എന്നോടാണോ ചോദിക്കുന്നത്? അച്ഛമ്മയോട് ചോദിക്കാൻ പറ്റത്തില്ല. അതെന്താ അച്ഛമ്മയോട് ചോദിക്കാൻ പറ്റാത്ത അച്ഛനെ പറ്റിയൊരു ഡൗട്ട്? ഈ പോത്തിനെ അഴിച്ചു വിട്ടത് അച്ഛമ്മയല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ അത് കണ്ട ദൃക്സാക്ഷികളൊക്കെ ഉണ്ടാവില്ലേ? എത്ര പേരുണ്ടെന്നോ? അപ്പൊ അച്ഛമ്മയല്ലേ കുറ്റക്കാരി? ഉറപ്പായിട്ടും ആ പോത്ത് വല്ലവരും കുത്തി അച്ഛൻ പോകും ജയിലില്.